പേടിക്കണ്ട. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. ത്രേസ്യ കുട്ടിയെയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ വാർത്തയെക്കുറിച്ച് പുറത്തുവിടാത്തത് കൊണ്ട് ഹരിനന്ദൻ അതറിയാൻ വഴിയില്ല. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി അഗ്നിമിത്ര ആ വീട്ടിൽ ചെല്ലണം. അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കണം. പിന്നാലെ ഞങ്ങളെത്താം. മിത്രയെ കിഷോറാണ് ദീപികയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇറക്കിയത്. വീട്ടിൽ പോയി തൻ്റെ കുറച്ച് നോട്ട്സുകൾ എടുത്തിട്ടാണ് മിത്ര ദീപികയുടെ വീട്ടിലെത്തിയത്. ദീപികയുടെ വീട്ടിൽ എല്ലാവരും ഊണ് കഴിക്കുന്ന നേരമായിരുന്നു. മിത്ര മോളിരിക്കൂ, ഊണ് കഴിക്കാം. മിത്രയെ കണ്ടതും രാധിക പറഞ്ഞു. ഇല്ല ആൻറ്റി, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. എൻ്റെ കുറച്ച് നോട്ട്സ് ദീപുവിന് കൊടുക്കാൻ വേണ്ടി വന്നതാ. രാധികയുടെയും ദീപികയുടെയും ഇടയിലായി ഭക്ഷണം കഴിക്കുന്ന ഹരിനന്ദൻ്റെ നേർക്ക് അവളൊന്ന് പാളി നോക്കി. ഷർട്ടും പാൻറ്റുമൊക്കെ ഇട്ട് എവിടേക്കോ യാത്ര പോകുന്നത് പോലെ ഒരുങ്ങിയിരുന്നാണ് അയാൾ ഭക്ഷണം കഴിക്കുന്നത്. ഇയാൾ എങ്ങോട്ടോ യാത്ര പോവുകയാണല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ ആ ഡൈനിങ് ഹാളിലൊക്കെ ഒന്ന് കണ്ണോടിച്ചു. സംശയാസ്പദമായി ഒന്നും കണ്ടില്ലെങ്കിലും അയാൾ ഇവിടെ നിന്നും രക്ഷപ്പെടുകയാണെന്ന ചിന്ത അവളിൽ രൂപമെടുത്തു. പെട്ടെന്ന് ഊണ് കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാൻ പോയ അയാളുടെ പ്രവൃത്തിയിൽ എന്തോ അസ്വാഭാവികത മിത്രയ്ക്ക് അനുഭവപ്പെട്ടു. ധൃതി വെച്ച് ബെഡ്റൂമിലേക്ക് കയറിപ്പോയ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ രാധികയുടെ നേർക്ക് തിരിഞ്ഞു. ദീപുവിൻ്റെ അച്ഛൻ എവിടേക്കോ യാത്ര പോകുന്നത് പോലെ ഉണ്ടല്ലോ. അച്ഛൻ തിരിച്ചു പോവുകയാണ് മിത്ര. ഞാൻ കരഞ്ഞ് ബഹളം വെച്ചതുകൊണ്ടല്ലേ അച്ഛനന്ന് പെട്ടെന്ന് വന്നത്. ലീവ് അധികമില്ലായിരുന്നു. ഇപ്പോൾ ചെന്നില്ലെങ്കിൽ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടും. ദീപിക പറഞ്ഞതും മിത്രയുടെ ഉള്ളിൽ ഒരു സ്ഫോടനമുണ്ടായി. അപ്പോൾ ശരിക്കും അയാൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഈ സമയത്ത് ഒരിക്കലും അയാൾ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ദീപുവിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്. അദ്ദേഹത്തോട് പറയാൻ ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ കഴിക്ക്, ഞാൻ അങ്കിളിനോട് അത് പറഞ്ഞിട്ട് വരാം. ദീപികയുടെ തലയിൽ ഒന്ന് തഴുകിക്കൊണ്ട് മിത്ര ഹരിനന്ദൻ പോയ റൂമിലേക്ക് കയറി ചെന്നു. പുറം തിരിഞ്ഞു നിന്ന് അലമാരയ്ക്കുള്ളിൽ നിന്ന് എന്തോ എടുക്കുകയാണ് ഹരിനന്ദൻ. അങ്കിളെന്താ ധൃതി പിടിച്ച് തിരിച്ചു പോകുന്നത്? പെട്ടെന്ന് വാതിൽക്കൽ മിത്രയുടെ സ്വരം കേട്ടതും അയാളൊന്ന് ഞെട്ടി. എന്നാൽ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ അയാൾ മിത്രയുടെ നേർക്ക് പതിയെ തിരിഞ്ഞു. ലീവില്ല, ഇതെന്നെ എക്സ്ട്രാ ലീവ് ചോദിച്ചു വാങ്ങിയതാ. അയാൾ മുഖത്ത് വരുത്തി തീർത്ത പുഞ്ചിരിയോടെ പതിയെ പറഞ്ഞു. അങ്കിളിന്റെ സ്വന്തം കമ്പനിയിൽ നിന്നും ലീവ് എടുക്കാൻ മറ്റൊരാളുടെ സമ്മതം വേണോ? മിത്ര അത് ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ മിഴികൾ. എൻ്റെ സ്വന്തം കമ്പനിയോ? അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ ആരായി? പുച്ഛം കൊണ്ട് അയാളുടെ ചുണ്ടുകൾ കോടി. കീഴത്തൂർ ഗംഗാധരൻ പോറ്റിയുടെ സഹോദരപുത്രനായ ഹരിനന്ദന് തട്ടിപ്പും വെട്ടിപ്പും ജന്മസിദ്ധമായ കഴിവുകളല്ലേ? പിന്നെ പണത്തിനാണോ പഞ്ഞം? അത്തരം ഒന്നല്ല 10 കമ്പനി ഇടാനുള്ള ആസ്തിയൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഓരോ വാക്കും സ്പേസ് ഇട്ട് പറയുന്ന മിത്രയെ അയാൾ അത്ഭുതം കൊണ്ട് വിടർന്ന മിഴികളോടെ നോക്കി. പിന്നെ ആ മിഴികൾ ചുരുങ്ങി വന്നു. അതോടൊപ്പം പുരികം മേലേക്ക് വളഞ്ഞു പൊങ്ങി. ഒരു വര പോലെ ചെറുതായ മിഴികളിൽ ആ നിമിഷം രക്തം ഇരച്ചു കയറിയതുപോലെ ചുവന്നു നിന്നു. ആ മിഴികളിലേക്ക് നോക്കി അവൾ ഭയമേതുമില്ലാതെ നിന്നു. അറിയാത്ത അക്കം കണ്ടുപിടിക്കാൻ കണക്കിൽ ഒരു അക്ഷരമില്ലേ? ആ അക്ഷരമാണ് എക്സ്. അങ്ങനെ ഞാൻ വിശേഷിപ്പിച്ച മിസ്റ്റർ എക്സ് ആണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹരിനന്ദൻ എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? മുറുകിയ മുഖവുമായി നിന്ന ഹരിനന്ദൻ അവളുടെ ആ ചോദ്യത്തോടെ ഒന്ന് അയഞ്ഞു തുടങ്ങി. വീണ്ടും ആ കണ്ണുകൾ പൂർവ്വസ്ഥായിയിൽ എത്തി. അഗ്നിമിത്ര എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കീഴത്തൂർ ഗംഗാധരൻ പോറ്റി ആരായാൽ? അയാളുടെ ചോദ്യങ്ങൾക്കെല്ലാം നിറഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു അഗ്നിമിത്രയുടെ മറുപടി. സായി സാരംഗിനെ മുന്നിൽ നിർത്തി നിങ്ങൾ കളിച്ചപ്പോൾ നിങ്ങൾ കരുതി കാണും സായി സാരംഗ് ചൂണ്ടിക്കാണിക്കുന്ന ആളെ ആയിരിക്കും പോലീസ് പ്രതി ചേർക്കുകയെന്ന്. പോലീസിന്റെ കണക്കുകൂട്ടൽ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അഗ്നിമിത്രയുടെ കണക്കുകൂട്ടൽ അങ്ങനെ ആയിരുന്നില്ല. 1.5 വർഷമായി എനിക്കറിയാം ദീപിക ഹരിനന്ദനെ. എഴുത്തിലൂടെ മാത്രം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന അവളുടെ അച്ഛനെ. നിങ്ങളുടെ കൈയക്ഷരം ഏത് സ്വപ്നത്തിൽ കണ്ടാലും ഞാൻ വിളിച്ചു പറയും, ഇത് ദീപിക ഹരിനന്ദന്റെ അച്ഛൻ മിസ്റ്റർ ഹരിനന്ദന്റെ കൈയക്ഷരമാണെന്ന്. നിങ്ങളുടെ സിഗ്നേച്ചർ പോലും എനിക്ക് മനഃപ്പാടമാണ്. അങ്ങനെയുള്ളവൾക്ക് മുന്നിലാണ് നിങ്ങൾ അന്ന് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി അയച്ചത്. ആ ഒരൊറ്റ കാരണമാണ് നിങ്ങളിലേക്ക് എത്താൻ എനിക്ക് വഴിയൊരുക്കിയത്. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് എനിക്കെഴുതിയ ലെറ്റർ. പിടിക്കപ്പെടുമെന്നായപ്പോൾ ഗൾഫിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുകയാണല്ലേ? നടക്കില്ല. നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ യാതൊരുവിധ ഇളവും തരില്ല. നിങ്ങളുടെ സ്വന്തം മകളായിരുന്നിട്ട് കൂടി ദീപികയെ നിങ്ങൾ ഉപദ്രവിച്ചു. ഇനിയൊരു കുഞ്ഞുണ്ടാകില്ല എന്നറിയാവുന്ന രാധികാന്റി നിങ്ങൾ കളിച്ച ഡ്രാമയിലൂടെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ അത് സ്വന്തം ഭർത്താവിൻ്റെ തന്നെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവൊന്നും ആ പാവത്തിനുണ്ടായിരുന്നില്ലല്ലോ. അവരുടെ മനസ്സിൽ ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മാതൃകയായ ഭർത്താവായിരുന്നു നിങ്ങൾ. രാധികാന്റിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്കറിയാം അവൾ സ്വന്തം മകളാണെന്ന്.
പിന്നെന്തിനാണ് അവളോട് ഈ കൊല്ലാക്കൊല ചെയ്തത്? ഇതിനെല്ലാമുള്ള മറുപടി എന്നോട് പറഞ്ഞില്ലെങ്കിലും പോലീസിന്റെ മുന്നിൽ നിങ്ങൾ പറയേണ്ടി വരും, കോടതിക്ക് മുന്നിൽ നിങ്ങൾ പറയേണ്ടി വരും. മിത്ര ഓരോ വാക്കുകൾ പറയുമ്പോഴും അയാളുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എതിരാളി നിസ്സാരക്കാരിയല്ല. നാളെ ഒരു IG ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അഡ്വാൻസ് ആയിട്ട് ആശംസകൾ നേരുന്നു. അയാൾ പുച്ഛത്തിൽ ചുണ്ടുകൾ കോട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ആശംസകൾ കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരാൻ എനിക്ക് യോഗമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു ക്രിമിനലിൻ്റെ ആശംസയുടെ ആവശ്യമില്ല. നീ എന്ത് കണ്ടിട്ടാണ് നിഗളിക്കുന്നത്? എൻ്റെ ഒരു കൈക്കില്ല നീ, ഓർത്തോ. ദാ ഈ 2 വിരൽ കൊണ്ട് മൂക്കും വായും അമർത്തി പിടിച്ചാൽ തീരാവുന്നതേയുള്ളൂ നിന്റെ വീറും വാശിയും. നിന്നെ കൊന്ന് ഈ റൂമിനുള്ളിൽ തന്നെ ഞാൻ നിനക്ക് സമാധിയൊരുക്കും. കാണണോ നിനക്ക്? പറയുക മാത്രമല്ല, അയാൾ ഇടത് കൈ കൊണ്ട് അവളുടെ വലത് ഷോൾഡറിൽ പിടിച്ച് അടുപ്പിച്ചുകൊണ്ട് ഇടത് കൈ അവളുടെ മൂക്കിന് നേർക്ക് നീട്ടി. മിത്ര ഒരടി പിന്നോട്ട് നീങ്ങിയെങ്കിലും അയാളുടെ ബലിഷ്ഠമായ കൈകൾ തൻ്റെ ഷോൾഡറിൽ നിന്നും എടുത്തു മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇത്രയെല്ലാം കളി കളിച്ചുകൊണ്ട് മുന്നേറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം കഴിവാണ്. ഒരു പീറ പെണ്ണിന് മുൻപിൽ എൻ്റെ കഴിവുകൾ അടിയറവ് വെച്ച് തോൽവി സമ്മതിക്കാൻ എനിക്ക് മനസ്സില്ല. നീ പറഞ്ഞതെല്ലാം ശരിയാ. ആനന്ദിനെ ലക്ഷ്യമിട്ട് ഞാൻ കളിച്ച കളികൾ തന്നെയാണിതെല്ലാം. അവനെ ജയിലഴിക്കുള്ളിൽ എന്നേക്കുമായി തളയ്ക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച അവൻ്റെ കോടിക്കണക്കിന് വില വരുന്ന സ്വത്തുക്കൾ മുഴുവൻ എന്നിലേക്ക് വന്നു ചേരും. കീഴത്തൂർ ഗംഗാധരൻ പോറ്റിക്ക് വെറുതെ ഉണ്ടായതൊന്നുമല്ല ആ സ്വത്തുക്കൾ. അയാളുടെയും എൻ്റെ അച്ഛൻ നീലകണ്ഠൻ പോറ്റിയുടെയും കുടുംബസ്വത്തായ 1 ഏക്കർ നെൽപ്പാടത്തിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും അയാൾ ഉണ്ടാക്കിയെടുത്ത സ്വത്താ. മൂലധനം എനിക്കും കൂടി അവകാശപ്പെട്ടിടത്തു നിന്നായതുകൊണ്ട് ആ സ്വത്തുവകകളിൽ എനിക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും 1 രൂപ പോലും ഞാൻ ആനന്ദിന് കൊടുക്കില്ല. 25% അയാളെക്കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വച്ചത് ഞാനാ. അപ്പോഴും അയാൾ അതിനുള്ളിൽ കിടന്ന് കളിച്ചു. ലക്ഷ്മിയുടെ മരണശേഷം മകൾക്കെന്ന വാക്കുകൂടി അയാൾ ആധാരത്തിൽ എഴുതി ചേർത്തു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നത്. അങ്ങനെ ഒരു വാക്ക് ഗംഗാധരൻ പോറ്റി എഴുതി വച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ലക്ഷ്മിയെ കൊല്ലേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് അവൾക്ക് അറിയാത്തിടത്തോളം കാലം വരെ അവളെ കൊല്ലേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഇത്രയൊക്കെ പറയുമ്പോഴും ഹരിനന്ദൻ്റെ കൈ അവളുടെ തോളിൽ തന്നെ മുറുകിയിരിക്കുകയാണ്. ആ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ടയാൾ മുരണ്ടു. ഇപ്പോൾ എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞല്ലോ. ഇനിയും നീ അറിയാത്ത സത്യങ്ങൾ പലതുണ്ട്. ഒരു നീർപ്പോളയ്ക്കുള്ളിൽ മൂടി വച്ചിരിക്കുന്ന സത്യങ്ങളാണത്. നീർപ്പോള പൊട്ടാൻ എത്ര സമയം വേണമെന്ന് നീ ചിന്തിക്കുക. അയാൾ കൈയെത്തിച്ച് ആ റൂമിൻ്റെ വാതിൽ അടച്ച് ബോൾട്ടിട്ടു. ഈ റൂമിനുള്ളിൽ നിന്നും നീ ജീവനോടെ പുറത്തു പോയില്ല അഗ്നിമിത്ര. പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നത്തെ പോക്ക് ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നത് നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രമായിരിക്കും. എല്ലാ സത്യങ്ങളും അറിഞ്ഞ നിന്നെ വെറുതെ വിട്ടാൽ അത് എനിക്ക് തന്നെ ഭീഷണിയല്ലേ അഗ്നിമിത്ര. മരിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു സത്യം കൂടി നീ കേട്ടോ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നീർപ്പോളയുടെ ഉള്ളിലെ സത്യം. ഇതിലേക്ക് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യമേ ഞാൻ നിനക്ക് വാണിംഗ് തന്നിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ നിനക്ക്? ഇപ്പോഴും അഗ്നിമിത്രയുടെ തോളിലെ കൈകൾ മുറുകി തന്നെയാണ് ഇരിക്കുന്നത്. ആനന്ദ് ഗംഗാധറിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന സത്യം നിനക്കറിയാമോ? സത്യസന്ധമായ പ്രണയമായിരുന്നു അയാളുടേത്. പല സ്ത്രീകളുമായി അയാൾക്ക് അതിരുവിട്ട ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തത് ഞാനാണ്. അവനില്ലാത്ത നേരം നോക്കി അവൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് അവൻ്റെ തന്നെ കൂട്ടുകാരനെ വിലക്കെടുത്ത് പറഞ്ഞയച്ചവൻ ഞാനാ. അവളവനെ കൊല്ലുമെന്ന് ഞാൻ ഓർത്തില്ല. കുത്തേറ്റവൻ ചാകുന്നതിന് മുമ്പ് പണം വാങ്ങിയതിൻ്റെ കൂറ് കാണിച്ചു. ആനന്ദിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ആനന്ദ് തന്നെ അവളെ കൂട്ടുകാരനെ കാഴ്ചവെച്ചതാണെന്ന് അവളെ അങ്ങ് വിശ്വസിപ്പിച്ചു. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് അവനെ അയച്ചത് ഞാനാ. അവൻ തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ മനസ്സിൽ പകയൂട്ടി വളർത്തി ഞാൻ. അതിൻ്റെ ഫലമെന്നോണം ജയിൽ ശിക്ഷ കഴിയുവോളം ആനന്ദിന് മുഖം കൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഇനിയൊരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരത്തുമില്ല. ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഏതായാലും ഞാൻ നിന്നെ കൊല്ലാൻ പോകുക. നെരിപ്പോടെരിയുന്ന മനസ്സുമായി നീ ചാക്. തകർന്ന മനസ്സുമായി ബലിക്കല്ലിൽ കിടക്കുന്ന നേർച്ചക്കോഴിയെ പോലെയാവും നീ. കഴുത്തറക്കുമ്പോഴും പിടയാൻ പോലും ത്രാണിയില്ലാതെ. അയാൾ പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് തുടർന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ആനന്ദ് ഗംഗാധരൻ്റെ ഭാര്യ ജയിലിലാവുമ്പോൾ ഗർഭിണിയായിരുന്നു. അവരന്ന് പ്രസവിച്ച കുഞ്ഞ് ഒരു പെൺകുഞ്ഞായിരുന്നു. വളർത്താൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ അവരാ കുഞ്ഞിനെ ദത്തു കൊടുത്തു. അവർ പ്രസവിച്ച കുഞ്ഞ് ആരാണെന്ന് അറിയണ്ടേ നിനക്ക്? ആനന്ദ് ഗംഗാധരൻ്റെയും ലക്ഷ്മി പാർവതിയുടെയും മകൾ. അത് നീയാണ്, അഗ്നിമിത്ര എന്ന നീ. അന്നത്തെ ജയിൽ സൂപ്രണ്ടായിരുന്ന കൃഷ്ണമൂർത്തി കൂട്ടുകാരനായ അനന്ത പത്മനാഭന് സമ്മാനിച്ചതാണ് നിന്നെ. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ്
സിദ്ധാർത്ഥ് എന്ന നിന്റെ സഹോദരനെ കൃഷ്ണമൂർത്തിയുടെ വീട്ടിൽ നിർത്തി അനന്തപത്മനാഭനും മീനുവും ട്രാൻസ്ഫർ എന്ന പേരിൽ അവിടെ നിന്നും വിട്ടു താമസിച്ചത്. ഹരിതൻ തൻ്റെ ഓരോ വാക്കുകളും ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കുള്ള പ്രഹരമായി തോന്നിയ അഗ്നിമിത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ലല്ലോ കേട്ടതെന്നും എവിടെയെങ്കിലും പിടിച്ചു നിന്നില്ലെങ്കിൽ താൻ തളർന്ന് താഴെ വീണു പോകുമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ ആ നിമിഷമാണ് അയാളുടെ ഇടതുകരം അവളെ ചുറ്റിപ്പിടിച്ചതും വലത് കൈ മൂക്കിലും വായിലും അമർന്നതും. ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും എതിർക്കാൻ ത്രാണിയില്ലാത്ത അവളുടെ ശരീരം കുഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു.